തകർച്ചയെ നേരിടുന്ന നമ്മുടെ KSRTCയിലെ സ്പെയർ പാർട്സ് ക്ഷാമം എല്ലാവർക്കും അറിയാം. റിപ്പോർട്ടർ പുറത്തുവിടുന്ന സ്പെയർ പാർട്സ് പർച്ചേസിന്റെ കണക്ക് പക്ഷേ ആരെയും ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 735 കോടി രൂപയുടെ സ്പെയർ പാർട്സ് ആണ് KSRTC വാങ്ങിക്കൂട്ടിയത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 30 ലക്ഷം രൂപ വിലയുള്ള 2500 പുത്തൻ ബസ്സുകൾ വാങ്ങാനുള്ള പണം. വല്ലപ്പോഴും മാത്രം ആവശ്യം വരുന്ന ലക്ഷങ്ങൾ വില വരുന്ന സ്പെയർ പാർട്സുകൾ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടുകയും അധികം വില വരാത്ത ബോൾട്ടുകളും ബ്രേക്ക് സ്റ്റാക്ക് അഡ്ജസ്റ്ററും ഒന്നും വാങ്ങാതെ യാത്രക്കാരുടെ ജീവൻ വെച്ച് കളിക്കുകയാണ് ഇപ്പോഴും KSRTCയിലെ സ്പെയർ പാർട്സ് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കണക്കുകളാണ് റിപ്പോർട്ടർ എന്ന് വിവരാവകാശ രേഖയുടെ പിൻബലത്തോടെ പുറത്തുവിടുന്നത്. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ് TV പ്രസാദ്. ആദ്യമേ തന്നെ ഒരു ഓശാന ഞായർ ആശംസകൾ നേരുന്നു. പക്ഷേ കേരളത്തിന് ആശ്വസിക്കാവുന്നൊരു കണക്കല്ല നമ്മളിപ്പോൾ പുറത്തുവിടുന്ന കണക്ക്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 700 കോടിയിലധികം രൂപയുടെ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് KSRTC എന്ന് പറയുമ്പോൾ ഇത്രത്തോളം സ്പെയർ പാർട്സ് ആവശ്യമുണ്ടായിരുന്നോ നമ്മുടെ KSRTC ബസ്സുകൾക്ക്? ഒരിക്കലും അത്രത്തോളം ആവശ്യമുണ്ടായിരുന്നില്ല അരുൺ. ഈ ഒരു കണക്കെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചത് വലിയ സ്പെയർ പാർട്സിന്റെ ക്ഷാമമായിരുന്നു. അതായത് സ്പെയർ പാർട്സിന്റെ പേരിൽ ഒരുപാട് അഴിമതി KSRTCയിൽ നടക്കുന്നുണ്ട് എന്ന വാർത്ത നേരത്തെ തന്നെ ഉണ്ടായതാണ്. ബിജു പ്രഭാകർ ഉയർത്തിവിട്ട ഒരു ആരോപണത്തെക്കുറിച്ച് എനിക്കും അരുണിനും പ്രേക്ഷകർക്കും എല്ലാവർക്കും ഓർമ്മയുണ്ട്. അത് പിന്നീട് അങ്ങ് വെള്ളത്തിലായി പോയി എന്നുള്ള വസ്തുത വേറെ. പക്ഷേ സംസ്ഥാനത്തെ മിക്ക KSRTC മെക്കാനിക്കുകൾക്കും ആവശ്യമുള്ള സ്പെയർ പാർട്സുകൾ കിട്ടാനില്ല എന്ന കാര്യത്തിൽ നിന്നാണ് നമ്മൾ ഈ പരിശോധനയിലേക്ക് നമ്മൾ നീങ്ങിയത്. അപ്പോഴാണ് അരുൺ ഇപ്പോൾ പറഞ്ഞ ഞെട്ടിക്കുന്ന കണക്കിലേക്ക് ഞങ്ങൾ എത്തുകയും ചെയ്യുന്നത്. 2014 മുതൽ 2014-15 മുതൽ 24-25 വരെ, അതായത് ഫെബ്രുവരി മാസം വരെയുള്ള കണക്കെടുക്കുമ്പോഴാണ് 735 കോടി രൂപ. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു തരത്തിൽ പറഞ്ഞാൽ 2500 30 ലക്ഷം രൂപ വിലയുള്ള ബസ്സുകൾക്ക് കൂട്ടിയാൽ 2500 പുത്തൻ ബസ്സുകൾ വാങ്ങാമായിരുന്നു. എവിടെയാണ് ഇത്രയേറെ സ്പെയർ പാർട്സുകൾ പോകുന്നത് എന്നതാണ് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചത്. അതിൽ തന്നെയുള്ള 1-2 കൗതുകമായ കാര്യങ്ങൾ കൂടി പറയണം അരുൺ നമുക്ക്. അതായത് നേരത്തെ ഈ 2014-15 സമയത്തിൽ സംസ്ഥാനത്ത് 6000 KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. അന്ന് ആ വർഷം 58 കോടി രൂപയുടെ സ്പെയർ പാർട്സ് ആണ് ആ വർഷം വാങ്ങിയത്. നിലവിൽ ഇപ്പോൾ 4000 ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷം വാങ്ങിയത് 130 കോടി രൂപയുടെ സ്പെയർ പാർട്സ് ആണ് എന്നുള്ളതാണ് അതിലെ കൗതുകകരമായ ഒരു കാര്യം. മാത്രമല്ല അരുൺ, ഞാൻ നേരത്തെ പറഞ്ഞത് കണക്കൂട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വാങ്ങിയ 130 കോടി രൂപയ്ക്ക് നമുക്ക് 450 ബസ്സുകൾ വാങ്ങാം എന്ന കണക്കിലേക്ക് നമുക്ക് പോകണം. നമുക്ക് നേരെ തിരിച്ച് KSRTCയുടെ വർക്ക്ഷോപ്പിലേക്ക് വരാം. KSRTC ബസ്സുകൾക്ക് ഏറ്റവും പ്രാഥമികമായി വേണ്ടത്, ദൈനംദിനമായി വേണ്ടത് ഇല്ല എന്നുള്ളതാണ്. അതായത് 130 കോടി രൂപ ഒരു വർഷം ചെലവഴിച്ചിട്ടും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, ഒരു ഉദാഹരണം, ബ്രേക്കിന്റെ സ്ലാക്ക് അഡ്ജസ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. 1800 രൂപയാണ് ഏകദേശം വില വരിക. എല്ലാ വീലിനും അത് വേണം. അതില്ലെങ്കിൽ ബ്രേക്കിന്റെ കാര്യം പാടാവും. അതിനിപ്പോഴും ക്ഷാമമുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഓടുന്നത്. പല ലൈറ്റുകളില്ല. ബ്രേക്ക് ചേമ്പറിൽ നിന്ന് എയറായി വരുന്ന റബ്ബറിന്റെ ഒരു ഹോഴ്സ് ഉണ്ട്. അത് പല സ്ഥലത്തും കിട്ടാനില്ല. ജോയിന്റ് ബോൾട്ടുകളുണ്ട് അരുൺ. ആ ജോയിന്റ് ബോൾട്ടുകൾ കിട്ടാനില്ല. നെറ്റും ബോൾട്ടും പലതും ത്രെഡ് പോയിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഉണ്ട്, ഏതാണെന്നറിയാമോ അരുൺ? ആവശ്യമില്ലാത്ത ഗിയർ ബോക്സുകൾ ലക്ഷങ്ങളാണ് വില. ആവശ്യമില്ലാത്ത എഞ്ചിനുകൾ ലക്ഷങ്ങളാണ് വില. KSRTCയുടെ ചീഫ് ഓഫീസിൽ നിന്ന് ഓർഡർ കൊടുത്ത് കൂട്ടിയിരിക്കുകയാണ്. 10 ലക്ഷം വില വരുന്ന എഞ്ചിനും 2-3 ലക്ഷം വില വരുന്ന ഗിയർ ബോക്സുകളും ആർക്കും വേണ്ടാതെ കൂട്ടിയിട്ട് നശിപ്പിച്ച് ഏറ്റവും അവസാനം ആക്രി വിലക്ക് വെക്കുന്ന രീതിയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. 735 കോടി രൂപയുടെ സ്പെയർ പാർട്സ് 10 വർഷത്തിനുള്ളിൽ വാങ്ങി എന്ന് പറയുമ്പോൾ ബസ് ഉപയോഗിക്കുന്നവർക്കറിയാം. കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഈ രംഗത്തുള്ളവർക്ക് കൃത്യമായി അറിയാം. അതിൽ എന്തൊക്കെയോ സൂചനകളുണ്ട് അരുൺ. ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഓരോന്നിന്റെയും പിറകിൽ നമ്മൾ പോകണം. അനുദിനം KSRTC തകർച്ചയെ അഭിമുഖീകരിക്കുന്നു എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന വസ്തുതയിലേക്ക് നമ്മൾ പോയാൽ ഒരുപക്ഷെ ഈ സ്പെയർ പാർട്സിന്റെ മറവിൽ നടക്കുന്നത് കോടികളുടെ കൊള്ളയായിരിക്കാം എന്നുള്ളതാണ് വസ്തുത. നമ്മൾ നിരവധി വർക്ക്ഷോപ്പിലെ ജീവനക്കാരോട് സംസാരിച്ചു. അവരിൽ നിന്ന് കിട്ടുന്ന വിവരം ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുകയും ആവശ്യമില്ലാത്ത ലക്ഷങ്ങൾ വിലയുള്ളവ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്ന സാഹചര്യമാണ് 735 കോടി രൂപയുടെ പർച്ചേസിലേക്ക് നീങ്ങിയത് എന്നതാണ്. അതായത് 30 ലക്ഷം രൂപ വിലയുള്ള
2500 ബസ് വേണമെങ്കിൽ പുതുതായിട്ട് വാങ്ങാമായിരുന്നു ഈ 735 കോടി രൂപയ്ക്ക്. മാത്രമല്ല TV പ്രസാദ് പറയുന്നതിൽ ഒരു കാര്യം പ്രേക്ഷകർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്, ആവശ്യമുള്ള വില കുറഞ്ഞ സ്പെയർ പാർട്സുകൾ വാങ്ങുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്നാൽ ആവശ്യമില്ലാത്ത വില കൂടിയ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നു. വില കുറയും തോറും കമ്മീഷന്റെ അളവും കുറയും, വില കൂടുന്തോറും കമ്മീഷന്റെ അളവും കൂടും. അതല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായും അരുൺ, ഇനിയിപ്പോൾ കമ്മീഷൻ കൂടുതൽ കിട്ടിയാൽ തന്നെ അത് ഉപകാരമുള്ളത് വാങ്ങിക്കാലോ അരുൺ. എല്ലാ ദിവസവും ബസ്സിന് വേണ്ടുന്ന സാധനങ്ങളുണ്ട്, അത് വാങ്ങിക്കാലോ. പക്ഷെ അത് വാങ്ങിക്കുന്നില്ല. ഈ നെറ്റിൽ നിന്നായാലും ബോട്ടിൽ നിന്നായാലും ആ ബ്രേക്ക് സ്ലാക്ക് അഡ്ജസ്റ്ററിൽ നിന്നായാലും എല്ലാം കമ്മീഷൻ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ കമ്മീഷൻ ഒന്നിച്ച് കിട്ടണം എന്ന് പറയുന്ന അത്യാഗ്രഹമുണ്ടല്ലോ അരുൺ, ആ അത്യാഗ്രഹത്തിലാണ് KSRTC ഈ ഗതിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ നിരവധി KSRTC ജീവനക്കാർ, ഡ്രൈവർമാരായാലും കണ്ടക്ടർമാരായാലും ഇക്കാര്യം നമ്മളെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിട്ടുണ്ട്. അതായത് വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ പല സാധനങ്ങളും നമുക്ക് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് അന്വേഷിക്കണം, എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ഈ പറയുന്നവരുടെ കയ്യിലൊന്നും ഒരു കണക്കോ രേഖകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ ഈ കണക്കാണ് ഏറെ ഗുരുതരമായിട്ടുള്ളത് അരുൺ. അതായത് 2014-15 6000 ബസ്സുകൾ ഓടുമ്പോൾ അന്ന് 58 കോടി രൂപയുടെ സ്പെയർ പാർട്സ് ആണെങ്കിൽ ഇന്ന് ഈ പറയുന്ന 4000-ൽ കുറവ് ബസ്സുകൾ ഓടുന്ന ഈ സമയത്ത് എന്തിനാണ് 130 കോടി രൂപയുടെ സ്പെയർ പാർട്സ് എന്നതാണ്. എന്തായാലും ഈ വില ഇത്രത്തോളം മാറാനുള്ള ഒരു സാഹചര്യം നിലവിൽ കാണുന്നില്ല. മാത്രമല്ല അരുൺ, ഈ ബസ്സുകൾക്ക് അത്യാവശ്യം കിട്ടേണ്ട സ്പെയർ പാർട്സുകൾ കിട്ടാതിരുന്നാൽ യാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അതൊരു യാത്രക്കാരെ ഭീതിയിലാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. നിലവിലോടുന്ന ബസ്സുകൾക്ക് പ്രശ്നമില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. പക്ഷേ KSRTC മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അവരുടെ അത്യാർത്തി കൊണ്ട്, അവരുടെ അഴിമതി കൊണ്ട് ദൈനംദിനം വേണ്ടുന്ന നെട്ടും ബോൾട്ടും പോലും വാങ്ങിച്ചു കൊടുക്കാതെ ലക്ഷങ്ങൾ വിലയുള്ള എഞ്ചിനുകളും ഗിയർ ബോക്സുകളും ഇവിടെ തിരുവനന്തപുരത്ത് വാങ്ങിക്കൂട്ടി തുരുമ്പെടുത്ത് നശിപ്പിക്കുകയാണ് എന്നതാണ് ഇതിലത്തെ ഒരു സങ്കടകരമായ കാര്യം അരുൺ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു TV പ്രസാദ്. അതും റോഡുകളൊക്കെ നല്ല അത്യാവശ്യം മെച്ചപ്പെട്ട് വരുന്നൊരു സമയത്ത് സ്പെയർ പാർട്സുകളുടെ ചെലവ് കൂടുകയാണോ വേണ്ടത്, കുറയുകയാണോ വേണ്ടത്? എന്തോ ഒരു പന്തികേടുണ്ട് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ലേ? TV പ്രസാദ് പറഞ്ഞ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ആവശ്യം വേണ്ടുന്ന വില കുറവുള്ള സ്പെയർ പാർട്സുകൾ അത് കിട്ടാനില്ല, അത് വാങ്ങൂല. പകരം വേണ്ടത് എന്താ? വില കൂടിയ സ്പെയർ പാർട്സുകൾ കൂടുതൽ വാങ്ങും, അത് വാങ്ങി സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ സ്റ്റോക്ക് ചെയ്യുമ്പോഴോ സ്വാഭാവികമായി കമ്മീഷൻ അടിച്ചു മാറ്റാം എന്നുള്ളതാണോ? അതെന്തായാലും അന്വേഷിക്കേണ്ടതാണ്. സ്പെയർ പാർട്സിൽ വലിയ അഴിമതിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ കണക്ക് നമ്മളോട് പറയുന്നതും അതാണ്. 30 ലക്ഷം രൂപയ്ക്കുള്ള 2500 ബസ് വാങ്ങുന്ന പൈസയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ KSRTCയുടെ സ്പെയർ പാർട്സിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വിവരാവകാശ രേഖയുടെ പുറത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.